ഇപ്പോൾ യൂറോപ്പ് മുഴുവനും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. മത്തായിയുടെ സുവിശേഷം ദൈവം പറഞ്ഞിരിക്കുന്ന നമുക്ക് കക്കകളെ വിചാരിപ്പിൻ, വിതയില്ല കൊയ്ത്തുമില്ല, ദൈവമാവയ്ക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ഞങ്ങളുടെ പ്രമിസസാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ബാക്കിൽ കൂടെ കയറി വരുന്ന പള്ളിയിലൊക്കെ ഇത് ബാക്ക് സൈഡിലാണ് സിറ്റി ടൗൺ സെൻറ്ററിലോട്ട് പോകേണ്ട സ്ഥലം. ഇന്നലെയൊക്കെ ആലോചിക്കായിരുന്നു ദൈവം പറഞ്ഞ എത്ര സത്യമാണെന്നുള്ളത്. രാവിലെ ഒരു 10 കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, എൻ്റെ നിഴൽ അതിനകത്ത് കാണാം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ പുഷ്പങ്ങൾ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ഈ പുഷ്പങ്ങളെ എത്ര മനോഹരമായിട്ട് ദൈവം അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നു. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇത് ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു ചെടിയുണ്ട്, കണ്ണഞ്ചിക്കുന്ന കാഴ്ചയാണിത്. അത് മുഴുവനും ഞാൻ നടക്കാൻ പോകുന്ന പാർക്കിലും അവിടെ ഇവിടെ എല്ലാം ഇതാണ്. ഒരു വയലറ്റ് കളറായിട്ടുള്ള ഒരെണ്ണമാണ്, ചെറിയൊരു പൂവാണ്. ഇത് വേറൊരു വെറൈറ്റി, കമ്മമില്ല എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ കലർന്ന് ആ മഞ്ഞ പുത അങ്ങേറ്റം വരെ ഇത് തന്നെയാണ് കാണേണ്ടത്. എത്ര മനോഹരമായിരിക്കും. ഞാൻ വിചാരിക്കുക ദൈവം ഈശോ പറഞ്ഞിരിക്കുന്നത്, ഇത് ഭയങ്കര അത്തപ്പൂ എടുത്ത് പറമ്പ് മുഴുവൻ ഇട്ട കണക്കാണ്. നമ്മൾ ഈശോ പറഞ്ഞിരിക്കുന്നത് സോളമൻ്റെ വസ്ത്രം പോലും ഇത്ര മനോഹരമായിരുന്നിട്ടില്ല എന്നാണ്. ശരിക്കും ഞാൻ പറയുക, ഇത് എത്ര ചെറിയൊരു പൂവാണ്. ഇതിന് എന്താ പ്രാധാന്യം എന്നറിയില്ല. നാളെ 2 ദിവസം കഴിയുമ്പം ഇവരിത് ഗ്രാസ് മുഴുവനും തെളിച്ചിടുമല്ലോ. അപ്പം ഇത് ഗ്രാസ് മൂവിങ്ങിന് വരും മെഷീനും കൊണ്ട്. അവർക്ക് കണ്ണിച്ചോര, അവരുടെ ജോലി ചെയ്യുന്നതേ ഉള്ളൂ. അവരതെല്ലാം കൂടെ നന്നായിട്ട് എടുത്ത് മൂവ് ചെയ്ത് ക്ലീനാക്കിയിടും. അപ്പോൾ ഈ പൂക്കളൊന്നും പിന്നീട് അവിടെ കാണില്ല. പക്ഷേ ഞാൻ എപ്പോഴും വിഷമിക്കും. ഞാൻ പറയും ഈ പൂക്കളുള്ള സമയത്തൊക്കെങ്കിലും അവരവിടെ നിർത്തണം എന്ന് വിചാരിക്കും. ഇനി അടുത്ത പൂക്കൾ ഇവിടെ ചെടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഗാർഡനിങ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അതൊക്കെ പ്രിപ്പയറാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഫ്ലവേഴ്സ് വരും. ഇവിടെ മുഴുവനും റോസസാണ്. അതൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തിട്ടിരുന്നു. ഇനിയിപ്പം വേറൊരു കാര്യം കാണാനുള്ളത്, അതും ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഗാർഡൻ പണ്ട് നമ്മുടെ ജോർജ് പനക്കലച്ഛൻ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെ ഡിവൈനിലെ അച്ഛൻ ഒരിക്കൽ ഇവിടെ വന്നു. അച്ഛൻ ഇത് കണ്ടിട്ട് പറയായിരുന്നു, അച്ഛൻ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടില്ല. അമേരിക്കയിലൊക്കെ അച്ഛൻ പോയി താമസിച്ച പല വീടുകളിലും ഞാനും ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പോയി താമസിച്ചിട്ടുണ്ട്. അത് വേറൊരു ഗേറ്റാണ്, ആ ഭാഗത്ത് കൂടെയും വരാം. അപ്പോൾ ഈ പൈൻ വൃക്ഷങ്ങൾ ഒത്തിരി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് വേറെ കുറച്ച് ബ്യൂട്ടിഫുൾ ചെടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അങ്ങേയറ്റത്താണ് കാണുന്നതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടം വരെയും ഈ പൂക്കൾ ഇതുപോലെ മനോഹരമായിട്ട് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. 2 സൈഡിലും ഉണ്ട്. ഈ സൈഡിലും ഇങ്ങനെയുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റേത് 10ാം നിലയിലാണ്. ഞാൻ 10ാം നിലയിൽ നിന്ന് നോക്കിയാലും ഇത് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? ചോർണം അതാ അവിടെ ഒരു 10ാമത്തെ നിലയിലൊരു പമ്പരം വെച്ചിട്ടുണ്ട്. കാറ്റുണ്ടാകുമ്പോൾ കറങ്ങാനായിട്ട്. പിന്നെ എന്തോരം ഉണ്ടെന്നറിയാൻ, എത്ര കട്ടികളിൽ ഉടുപ്പിടണമെന്നറിയാൻ ഞാൻ ചെയ്ത് വെച്ചൊരു സംവിധാനമാണ് അത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വെയിൽ ശരിക്കും കിട്ടാത്തതുകൊണ്ടേ ഈ പൂക്കൾ അത് തന്നെയാണ്. പക്ഷേ വെയിൽ ശരിക്കും കിട്ടാത്തതുകൊണ്ട് വിരിഞ്ഞിട്ടുമില്ല, ഒന്നും ആയിട്ടുമില്ല. ചെറിയതായിട്ട് മുട്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് വേഗം കിട്ടും. ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒരു കാര്യം കൂടെ, ഇതിലാണ് എല്ലായ്പ്പോഴും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കണ്ടോമിനിയത്തിലെ. ബ്യൂട്ടി. വെയിലുള്ളിടത്ത് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഗോൾഡൻ കളറാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ട്. ഇനി നടക്കാൻ വയ്യാടം വരെ. എവിടെയൊക്കെ പുതിയ റോസിനുള്ള സ്ഥലം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വിലകളൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള
സ്ഥലമാണ്. ഊഞ്ഞാലും ഈ സ്ലൈഡും എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ എനിവേ ഞാൻ ഇനി എൻ്റെ വീട്ടിലോട്ട് ഇതിൻ്റെ നടുക്കുണ്ട് കേട്ടോ. എത്ര നന്നായിരിക്കും. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം നിർമ്മിക്കുന്നതിന് എല്ലാത്തിനും ഭയങ്കര പൂർണ്ണതയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കുന്ന കണക്കല്ല. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പെർഫെക്ഷൻ, അത് ദൈവം മാത്രമേ. നമ്മളെപ്പോഴും പറയാം എനിക്കെല്ലാം പെർഫെക്റ്റായിട്ട് വേണം. നമ്മുടെ പെർഫെക്ഷൻ ദൈവസന്നിധിയിൽ എന്തായിരിക്കും അല്ലേ? അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് പൂടിയും കിടക്കുക. ഇനി നമ്മുടെ ഇവിടുന്ന് ഈ ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് പോകാനുള്ള സ്ഥലമാണ് ഇവിടെ. തുറക്കണം.